ഇനി തിരികാൻ ഇവിടെ സ്ഥലമില്ല. ലാസ്റ്റ് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇവിടെ തിരികെ വെച്ചിട്ടുള്ളത്. എന്തായാലും അത്ര സമയം അതിൻ്റെ ഉള്ളിലിരുന്ന ആ പാക്കറ്റിനെ ഞാൻ നമിക്കുന്നു. ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാര്യം പറയുമ്പോൾ സത്യത്തിൽ ചിരിയും അതുപോലെ തന്നെ വിഷമവും തോന്നുന്നു. കാരണം 34-കാരിയായ അനില എന്ന യുവതിയെ പോലീസ് പിടികൂടിയപ്പോൾ MDMA ആണ് അവരുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് MDMA കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടു. അവരെ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വെപ്രാളം. ഈ വെപ്രാളം കണ്ടിട്ട് പോലീസുകാർ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. ചെന്ന് കഴിഞ്ഞ് അവരെ അടിവസ്ത്രമൊക്കെ ഊരി കഴിഞ്ഞപ്പോൾ ജനനേന്ദ്രിയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് കുറച്ച് MDMA കണ്ടെത്തിയത്. റോളിലൊക്കെ ആക്കി ചുരുട്ടി കൂട്ടിയിട്ട് കയറ്റി വെച്ചേക്കാണ്. എന്തൊരു കഷ്ടമല്ലേ. ഇനി തിരികാൻ ഇവിടെ സ്ഥലമില്ല. ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇവിടെ തിരികെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പറയുമ്പോൾ പിടിക്കപ്പെട്ട കാരണം, ഇങ്ങനെ ഒരു കേസ് പിടിക്കപ്പെട്ട കാരണം സന്തോഷമുണ്ട്. പക്ഷേ കർണാടകയിൽ നിന്നും അവർ വന്ന ആ ഒരു സംഭവം ഒന്ന് ചിന്തിച്ച് നോക്കി. എന്തോരം കഷ്ടപ്പെട്ടിട്ടാവും വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കവറിലാക്കി വെച്ചിട്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും വലിയ മുട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ എന്താവും. ഇത് കയറ്റി വെക്കാൻ ആരായിരിക്കും ഇവർ സഹായിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ തന്നെ വെച്ചത്, എന്തെങ്കിലും ആവട്ടെ. ആ ന്യൂസിന്റെ ഭാഗം ഒന്ന് കേൾക്കാം. കൊല്ലത്തെ കാര്യം ഞാൻ പിന്നെ പറയാം. 50 ഗ്രാം MDMA-യുമായി ഇന്നലെ ഒരു യുവതി പിടിയിലായിരുന്നു. ആ യുവതിയെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു 46 ഗ്രാം MDMA ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. 2021 ഈ സ്ത്രീ തന്നെ മുമ്പ് 46 മൊത്തം 96 ഗ്രാം MDMA-യുമായിട്ടാണ് യുവതി പിടിയിലായത്. 50 ഗ്രാം ഇന്നലെ കൈയോടെ പിടികൂടി. 46 ഗ്രാം MDMA ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. വൈദ്യ പരിശോധനയിലാണ് ഈ MDMA കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം സംഗതി ഇവരെ കയ്യിൽ നിന്ന് കാറിൽ കൊണ്ടുവന്നിരുന്ന സംഗതി പിടിച്ചു. അതിനുശേഷം ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് സംഭ്രമം, വെപ്രാളം, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതിനുള്ളിൽ തിരിച്ചെത്തിയില്ലേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ട് തുടങ്ങിയപ്പോൾ വനിതാ പോലീസ് അടക്കമുള്ള ആൾക്കാർ കൊണ്ടുപോയിട്ട് വൈദ്യപരിശോധന നടത്തിയപ്പോഴാണ് സംഗതി കണ്ടുപിടിച്ചത്. അതിപ്പോൾ വൈദ്യപരിശോധനയുടെ ഫലമായിട്ട് കണ്ടുപിടിച്ച കാരണം രക്ഷപ്പെട്ടു. അതല്ലെങ്കിലത്തെ അവസ്ഥ എന്താ, ഈ സംഗതിയൊക്കെ ഊരാൻ നോക്കി, പോലീസുകാർ ഊരാൻ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പോൾ കൊല്ലത്തുള്ള ഒരുപാട് കോളേജിലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ കൊല്ലത്തെ മക്കളെ, കോളേജിലെ പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സാധനം എന്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഇത് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ച സാധനത്തിന് പ്രത്യേകത ഞാൻ പറയണ്ടല്ലോ, അങ്ങനെയാണ് ഉണ്ടാവും. പിന്നെ ഇതെങ്ങനത്തെ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇനിയിപ്പോൾ മണപ്പിക്കണ കേസാ അല്ലെ കലക്കണ കേസ് എന്തെങ്കിലും ആവട്ടെ, മണപ്പിക്കണ കേസാണെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ്. ചിലരിങ്ങനെ തമാശ പോലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൈമോനെ വെച്ചിട്ട് ഇങ്ങനെ മണപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മണപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തിൻ്റെ മണമായിരിക്കും വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതുപോലെയുള്ള ഓരോ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആവും. നമ്മളിപ്പോൾ ഈ കൊറോണ എന്നൊക്കെ പറയണ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ലോകത്ത് പകർച്ചവ്യാധി സാധനങ്ങളൊക്കെ വന്നതിൻ്റെ ബാക്ക് വശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കും. വിചാരിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് എന്തായാലും അത്ര സമയം അതിൻ്റെ ഉള്ളിലിരുന്ന ആ പാക്കറ്റിനെ ഞാൻ നമിക്കുന്നു. കാരണം അതിന് പിടിച്ച് നിന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ പ്രത്യേകം നമിക്കുന്നു. ഇനിയിപ്പോൾ ഇത് MDMA പൊടി രൂപത്തിലാണ് പറയുന്നത്. ഇതിപ്പോൾ ഇനി അവസാനം കിട്ടുമ്പോൾ പൊടി പോയിട്ട് ഏത് രൂപത്തിലാവും ആയിട്ടുണ്ടാവും എന്നുള്ളത്
ഇനിയിപ്പോൾ ആ വൈദ്യപരിശോധന കഴിച്ച അവരെ ആൾക്കാർക്കും അവർക്കൊക്കെ ഇനി നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. എന്തായാലും ഇവരെ ഇതിൽ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, 21 ഇവർ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. തൃക്കാക്കര പോലീസ് ഇവരെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ നീണ്ട 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവർ എത്രത്തോളം മരുന്ന് ഇതുപോലെ കടത്തിയിട്ടുണ്ടാവും, വെക്കാൻ പറ്റാത്തടത്തൊക്കെ വെച്ചിട്ട്. കർണാടകയിൽ നിന്നൊക്കെ ഈ സാധനം കടത്തുമ്പോൾ അവിടുത്തെ കർണാടക പോലീസ് അല്ലെങ്കിൽ തമിഴ്നാട് പോലീസ് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയില്ല, കേരളത്തിലെ പോലീസിൻ്റെ പോലെയല്ല. ഒരു അവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുമ്പം ശരിക്കും മനസ്സിലാവും, എന്തെങ്കിലും ഒരു വണ്ടിയൊക്കെ നമ്മളെ കേസിൽ പിടിച്ചാൽ എന്തെങ്കിലും 10 രൂപ കൊടുത്താൽ അവർ അതിന് നിസ്സാരമായിട്ട് വിടുന്ന ഒരു സംഭവം പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് അന്ന് ഉണ്ടായ അനുഭവം. ഇന്നത്തെ കാലത്ത് എങ്ങനെയല്ല, കുറച്ച് മുന്നൊക്കെ ഉള്ളത്. ഇന്നൊക്കെ എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും പോയി നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇത് കടത്തി കൊണ്ടുവന്നിട്ട് ഈ പെണ്ണുങ്ങൾ ഇവിടെ കൊണ്ടുവന്ന്, അപ്പോൾ പെൺകുട്ടികളാണ് ഇതിൽ കൂടുതലും ഇൻവോൾവഡ് ആവുന്നത്. അപ്പോൾ അവരെ ചെക്കിങ്ങിൽ ഇതിലൊക്കെ പിടിക്കാൻ സാധ്യത കുറവാണെന്നുള്ളൊരു രൂപത്തിലാണ് ഇപ്പോൾ അവർ ഇതിൽ മുൻകൈയെടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാലം ഇവർ എത്രത്തോളം കടത്തിയിട്ടുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇവർ ഈ പിടിക്കപ്പെട്ടതിന് ശേഷം ഇത്രയും കാലത്തിനുള്ളിൽ എന്ന് ഇറങ്ങി എത്രത്തോളം കടത്തി കൊണ്ടുപോയി എന്നതിനെ കുറിച്ച് ശരിക്കുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കിയവരെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പോലീസിന് തെളിയിക്കാൻ കഴിയും. എൻ്റെ ഒരു വിശ്വാസം അതാണ്. കാരണം പല കേസുകളിലും ആയിരക്കണക്കിന് ആളുകളെ ഇങ്ങനത്തെ MDM കഞ്ചാവും ലഹരി വേട്ടയുടെ ഭാഗമായിട്ട് അടുത്ത കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ. അതിലെത്ര പേര് സ്റ്റേഷനിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഫോട്ടോകളുണ്ട് എന്നല്ലാതെ എത്ര പേര് സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ എപ്പോൾ ഇറങ്ങിപ്പോണു, പിടിക്കപ്പെടുന്നത് മാത്രമേ നമുക്ക് ന്യൂസിൽ കാണാൻ പറ്റില്ല. അതിന് ശേഷം എപ്പോൾ ഇറങ്ങിപ്പോണു, എന്ത് ജാമ്യത്തിൽ ഇറങ്ങിപ്പോണു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണല്ലോ ഇവർ 2021 പിടിക്കപ്പെട്ടതിന് ശേഷം 5 വർഷം ഇവർ ഈ കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് നിയമ സംവിധാനങ്ങൾ ഒന്നും കൂടി ടൈറ്റാക്കി പിടിച്ച് ഇതിൻ്റെയൊക്കെ സംഗതി സെറ്റാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇതിൻ്റെ ഉപയോഗത്തിനും ഇത് കൊണ്ടുവരുന്നതൊക്കെ തടയാൻ കഴിയും. കാരണം കൊണ്ടുവരുന്നതിലല്ല, ഇതിൻ്റെ കടക്കിൽ എവിടെയെന്ന് നോക്കിയാൽ അവിടെ അറുത്ത് കഴിഞ്ഞാൽ വലിയ പേരുകൾ അറുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സെറ്റായി കിട്ടും. പിന്നെ കൊല്ലത്തുള്ള ആൾക്കാരോട് പറയാനുള്ളത്, കോളേജ് പിള്ളേരായാലും ആരായാലും മറ്റേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കുക. അപ്പോൾ അത് ഒരു ഓർമ്മയിൽ ഇരിക്കേണ്ടത്. നിങ്ങളിത് നല്ല ഫ്രഷ് ആണെന്നുള്ളത് വിചാരിക്കേണ്ട. അവരത് വളരെ കെയർഫുള്ളായിട്ട് വെച്ച സ്ഥലം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് ബോക്സിൽ ചെയ്യുക, പിന്നെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, മറ്റൊരു ടോപ്പിക്കിലേക്ക് വരുന്നു.